ഞാനിപ്പോൾ UPI എന്നടിക്കുമ്പോൾ തന്നെ UPI ID ഇവിടെ വന്നു, പെട്ടെന്ന് തന്നെ എനിക്ക് സെൻഡാക്കാൻ പറ്റി. ഞാനിപ്പോൾ AD എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ അഡ്രസ്സ് ഫുള്ളായിട്ട് ഇവിടെ വന്നു, ഉടനെ തന്നെ എനിക്ക് സെൻഡാക്കാൻ പറ്റി. ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും ഷോർട്ട് കട്ടായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം നമ്മുടെ മൊബൈലിലുണ്ട്. അത് ആൻഡ്രോയിഡിലാണെങ്കിലും ഐഫോണിലാണെങ്കിലും. ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിലെ അഡ്രസ്സ്, ബാങ്ക് ഡീറ്റെയിൽസ്, UPI ID അങ്ങനെ എന്തും നിങ്ങൾക്ക് എത്രയും ഇവിടെ ഷോർട്ട് കട്ടായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ആ ഷോർട്ട് കട്ടിൻ്റെ ചെറിയൊരു വേർഡ് മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങളുടെ സ്ക്രീനിൽ തെളിഞ്ഞു വരും. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സെൻഡ് ആക്കാനും പറ്റും. നമുക്കിതെങ്ങനെയാണ് സെറ്റ് ചെയ്യുക, എവിടെയാണ് സെറ്റിങ്സ് ഉള്ളത് എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനു മുമ്പ് ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ദിവസവും ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ആദ്യം ഐഫോണിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഐഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ കാണിക്കുന്ന പോലെ ടൈപ്പ് ചെയ്യുക. ടെക്സ്റ്റ് റീപ്ലേസ്മെൻറ്റ് എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇവിടെ ടെക്സ്റ്റ് എന്നടിക്കുമ്പോൾ തന്നെ ടെക്സ്റ്റ് റീപ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും മുകളിൽ ആ ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ പ്ലസ് ഐക്കൺ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിലുള്ള ഈ ഭാഗത്ത് നിങ്ങൾക്ക് എന്താണ് എഴുതേണ്ടത് അത് നിങ്ങൾ ഇവിടെ എഴുതുക. ഞാനിപ്പോൾ UPI എന്നൊക്കെ തൽക്കാലം നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്ക് കണ്ടെത്താനുള്ള ഷോർട്ട് കട്ട് താഴെ അതിൻ്റെ ചെറിയൊരു ഭാഗം, ഇപ്പോൾ UPI ആണെങ്കിൽ UPI എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേർഡ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇവിടെ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ അവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി വീണ്ടും പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിലെ അഡ്രസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ എന്താണ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടത് അതിവിടെ എഴുതുക. ഞാനിപ്പോൾ എൻ്റെ പേരും കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു അഡ്രസ്സ് എഴുതുന്ന പോലെ ഞാനിപ്പം ഇവിടെ എഴുതുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഷോർട്ട് കട്ട് എന്ന ഭാഗത്ത് എന്താണ് അഡ്രസ്സ് ഇപ്പം AD എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ അതും ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഇപ്പോൾ ബാക്ക് വന്നിട്ട് ഞാനിവിടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ഒരു പ്രൊഫൈൽ ഞാൻ തിരഞ്ഞെടുത്തു. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ UPI എന്ന് അടിക്കുമ്പോൾ തന്നെ കണ്ടോ ഇവിടെ അവിടെ ഷോർട്ട് കട്ടായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, UPI ID ഇങ്ങനെ നമുക്ക് സെൻഡ് ചെയ്യാം. ഇനി രണ്ടാമത് നമ്മൾ ടൈപ്പ് ചെയ്തത് അഡ്രസ്സിന് വേണ്ടിയിട്ട് AD എന്നാണ് ഷോർട്ട് കട്ട് കൊടുത്തത്. AD എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇതാ ഇവിടെ കീബോർഡിൽ അത് വന്നു കഴിഞ്ഞു, അഡ്രസ്സ് വന്നു കഴിഞ്ഞു. ഉടനെ നമുക്കത് സെലക്ട് ചെയ്യാം, സെൻഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ എന്തും നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷോർട്ട് കട്ടായിട്ട് ഉപയോഗിക്കാൻ ഈ ഒരു ഓപ്ഷനിലൂടെ സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ നിന്ന് ബാക്ക് വരികയാണ്. ഇനി നിങ്ങൾക്കിത് വേണ്ട, നിങ്ങൾ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണം. അതിനെന്ത് ചെയ്യും? അതിനായിട്ട് നിങ്ങൾ ഈ ഒരു ഓപ്ഷനിലേക്ക് വരിക. എന്നിട്ട് താഴെ നിങ്ങൾക്ക് എഡിറ്റ് കാണാൻ സാധിക്കും. ആ എഡിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏതാണ് നിങ്ങൾക്ക് വേണ്ടാത്തത് അവിടെ ആ ഒരു റെഡ് കളറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റ് കാണാൻ സാധിക്കും. അങ്ങനെ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇതാ റെഡ് കളർ ക്ലിക്ക് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. അങ്ങനെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ഇതുപോലെ ഐഫോണിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്തും ഇവിടെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഷോർട്ട് കട്ടായിട്ട് ഇവിടെ ഉപയോഗിക്കാനും സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഇനി നമുക്ക് നേരെ ആൻഡ്രോയിഡിൽ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇനി ആൻഡ്രോയിഡ് മൊബൈൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ കാണിക്കുന്ന പോലെ ടൈപ്പ് ചെയ്യുക. പേഴ്സണൽ ഡിക്ഷണറി എന്നാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ആ ഒരു പേഴ്സണൽ ഡിക്ഷണറി കാണാൻ സാധിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്നത് ഗൂഗിളിൻ്റെ Gboard ആണെങ്കിൽ വളരെ എളുപ്പമാണ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ പേഴ്സണൽ ഡിക്ഷണറി കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾ ഗൂഗിളിൻ്റെ Gboardൽ എന്തൊക്കെ ലാംഗ്വേജ് ആണ് സെലക്ട് ചെയ്തത് അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഏത് ലാംഗ്വേജാണ് നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ലാംഗ്വേജ് വേണമെന്നുണ്ടെങ്കിൽ ഓൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഓൾ ലാംഗ്വേജസ് എന്ന ഈ ഭാഗം തന്നെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇവിടെ പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ പോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് ഇവിടെ എഴുതേണ്ടത്, ഇപ്പോൾ UPI ID ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ ഇവിടെ ഇങ്ങനെ ഇതുപോലെ എഴുതി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം താഴെ ഷോർട്ട് കട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് UPI ID ആണെങ്കിൽ അതിൻ്റെ ഷോർട്ട് കട്ട് കൊടുക്കുക, UPI എന്ന് കൊടുക്കുക. ഓക്കെ, ഞാൻ UPI എന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബാക്ക് വരുമ്പോൾ അതവിടെ ആഡ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും. വീണ്ടും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് മറ്റൊരു കാര്യം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം ഒരു അഡ്രസ്സ് പോലെ ഞാനിപ്പം കുറച്ച് കാര്യങ്ങൾ മാത്രം ഇവിടെ കീവേഡുകൾ ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ കുറച്ച് താഴെയായിട്ട് ഇപ്പോൾ അഡ്രസ്സെല്ലാം എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കുത്തും കോമയൊക്കെ ഇടുമല്ലോ. ഞാൻ അങ്ങനെ തൽക്കാലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എഴുതിയാണ്. ഇവിടെ താഴെ ഷോർട്ട് കട്ടിന് അഡ്രസ്സിന് ഞാനിപ്പോൾ AD എന്ന് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വരുമ്പോൾ അതും ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് സെൻഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ബാക്ക് വന്നിട്ട് വാട്സാപ്പ് ഇവിടെ ഓപ്പൺ ആക്കുകയാണ്. വാട്സാപ്പിൽ ഒരു ID ഞാനിവിടെ തിരഞ്ഞെടുക്കുകയാണ്. ഇതാ ഇപ്പോൾ ഈ ഒരു ID ഞാൻ തിരഞ്ഞെടുത്തു. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് ഷോർട്ട് കട്ടായിട്ട് ഞാൻ UPI എന്ന് കൊടുത്തത്. UPI ID ഇപ്പോൾ UPI എന്ന് കൊടുക്കുമ്പോൾ തന്നെ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്യാം, സെൻഡ് ചെയ്യാം വളരെ ഈസി ആയിട്ട്. ഓക്കെ, ഇതുപോലെ സെൻഡ് ചെയ്യാം. ഇനി അഡ്രസ്സ് ഞാനിപ്പോൾ ആഡ് ചെയ്തത് AD എന്നാണ്. AD എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്.
നേരത്തെ പോലെ തന്നെ നമുക്കിങ്ങനെ സെൻഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ എന്തൊക്കെയാണോ അവിടെ ആഡ് ചെയ്യുന്നത്, അതിന് ഷോർട്ട് കട്ട് എന്തൊക്കെയാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത്, അതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ കീബോർഡിൽ എവിടെ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം, സെൻഡ് ചെയ്യാം. അങ്ങനെയുള്ള നല്ല ഓപ്ഷനാണ്. ഇനി ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആ ഓപ്ഷനിൽ പോയിട്ട് അവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഏറ്റവും മുകളിൽ ഡിലീറ്റ് ഉണ്ട്, അവിടെ ഡിലീറ്റ് ചെയ്താൽ മതി. അതിൽ ക്ലിക്ക് ചെയ്യുക, ഇതുപോലെ തന്നെ ഡിലീറ്റ് കൊടുക്കുക. അങ്ങനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാം, ആവശ്യമില്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം. നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഷോർട്ട് കട്ട് മാത്രം നമുക്ക് ഇങ്ങനെ സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ തന്നെ നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ വരും. ഉടനെ തന്നെ നമുക്ക് സെൻഡ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.